സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ വീഡിയോ ആണേ. ഇതൊരു കേരള സ്റ്റോറി പോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. കണ്ടു നോക്ക്. ഓ, ഞാനേ നോക്കിയത് ഇപ്പോൾ എവിടേക്കാണെന്നറിയാമോ? ആ സ്ത്രീയുടെ കൈ പിടിച്ച മമ്മൂട്ടിയെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിത് എന്തിനാണ് ഒരു കേരള സ്റ്റോറി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ, ഉത്തരേന്ത്യക്ക് പുറത്തുള്ള സോക്കോൾഡ് UP സംഖ്യകൾക്കെല്ലാം ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് മുസ്ലിമായ മമ്മൂട്ടിയായിട്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഒപ്പമുള്ള ആളുകളെ, ഒരു മുസ്ലിം സഹോദരൻ, ഹിന്ദു സഹോദരൻ, ഈ അടുത്ത കാലത്താണ് അങ്ങനെ ആ രീതിയിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നത്. അത്ര വാക്കേ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചില വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നു എന്ന് മുൻകൂട്ടി ഞാൻ ഒരു ജാമ്യം പോലെ എടുക്കുകയാണ്. മോശമാണെന്ന് അറിയാം, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനില്ലേ, മുസ്ലിമായ മമ്മൂട്ടി സഹായിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമിനെ ഒന്നും അല്ലെന്നേ. തീർച്ചയായിട്ടും ഒരു മുസ്ലിമിനെ ഒന്നല്ല ഈ ഒരു സഹായമൊക്കെ നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ പറയാം, അതൊരു ഹിന്ദു സ്ത്രീയാണ്. ഒരു ഹിന്ദു സ്ത്രീയാണ് അദ്ദേഹം സഹായിച്ചിങ്ങനെ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ടും ഞാൻ അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ഞാനതിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചോദ്യമാണേ, നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും അന്യമതസ്ഥർ എന്ന് പറയുന്ന ആ വിഭാഗത്തെ സഹായിക്കുന്ന ഒരു ഉത്തരേന്ത്യൻ സംഖ്യയെ, ഒരു കേരള സംഖ്യയെ നിങ്ങൾക്ക് എടുത്തു കാണിച്ചു തരാൻ സാധിക്കുമോ? ഉണ്ടാവില്ല. മാർക്ക്ഷീറ്റ് നോക്കിയാൽ കിട്ടില്ല. മാർക്ക്ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഖ്യയെ കാണാൻ കഴിയില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം വേറും മതസ്ഥനാണ്, അല്ലേ? മുസ്ലിം മതസ്ഥനാണ്. ഉത്തരേന്ത്യക്കാർ മുഴുവൻ വെറുക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു ഉത്തരേന്ത്യക്കാരെ, നിങ്ങളെ നാട്ടിലത്തെ മുസ്ലിങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അങ്ങനെ അറിയണമെങ്കിൽ ആദ്യം കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ ആളുകളൊക്കെ ഒന്ന് ഇടപെടുക. ഇവിടെ അങ്ങനെ ഒന്നും ചിന്താഗതിയായിട്ട് ഇങ്ങോട്ട് കയറി വരേണ്ട, അത് ആദ്യം പറഞ്ഞേക്കാം. തല്ലി കാലൊടിച്ചോളാം ഇവിടുത്തെ ആൾക്കാർ. എന്തായാലും ആ ചിന്താഗതിയിലൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും അതൊന്നും ചിന്തിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ശരി, സംഗതി അവിടെ കിടക്കട്ടെ. ഉത്തരേന്ത്യക്കാരോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ സഹായിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീയാണ്. ബിന്ദു സന്ധ്യ ലൈക്കാണ് ആ ഒരു സ്ത്രീയുടെ പേര്. ഒരു മണ്ണിടിച്ചിൽ അവരുടെ ഭർത്താവൊക്കെ മരിച്ചുപോയി, വീട് നശിച്ചുപോയി. ഇതറിഞ്ഞ് അവർ ഹോസ്പിറ്റലായ നിമിഷത്തിൽ മമ്മൂക്ക് വിളിച്ചു പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്, ഈ ആളുകളൊക്കെ സഹായിക്കുന്ന പദ്ധതി ഉണ്ട്, ആരോഗ്യകാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു സ്ത്രീയുടെ കാല് വെച്ചു കൊടുക്കാമെന്ന് മമ്മൂക്ക് അന്ന് ഉറപ്പ് കൊടുത്തതാണ്. അന്ന് ആ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. ആ കാല് വെച്ചു സുഹൃത്തുക്കളെ, ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, ആ കാല് വെച്ചു കൊടുത്തു. ആ കാല് വെച്ചു കൊടുത്തിട്ട് ആ സ്ത്രീ നടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് മമ്മൂക്ക് ആ പ്രദേശത്ത് ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതും ഡോക്ടേഴ്സ് അദ്ദേഹത്തെ അറിയിക്കുന്നതും ഇവരെ വന്ന് കാണുന്നതും. ഒരു സാധാരണക്കാരനെ പോലെ വന്ന് കണ്ട് സുഖവരെ അന്വേഷിക്കുന്നു. അവർ എഴുന്നേൽക്കുമ്പോൾ കൈ പിടിക്കാനൊരു സഹായം നൽകുന്നു. മമ്മൂട്ടിയുടെ കൈ പിടിക്കാനുള്ള ഒരു മഹാഭാഗ്യം ആ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നു. ഇങ്ങനൊരു മഹാഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാർ വിചാരിക്കും, എടാ അതൊരു മനുഷ്യനല്ലടാ എന്നൊക്കെ പറയും. ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ അപ്പുറത്ത്, കുറെ പണം ഉണ്ടാക്കുന്ന ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം തനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ രീതിയിലൊക്കെ കരുതുന്നത് കേട്ടോ. എന്തായാലും ബാക്കിയൊന്ന് കണ്ടു വയ്ക്കാം ആദ്യം മുതൽ. നടന്നു ശീലിക്കിട്ടാന്നൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടിനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിന് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അവിടെ വന്ന് മമ്മൂക്കനെ കണ്ടു. വീടിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഇവരുടെ വീടൊക്കെ നശിച്ചുപോയി. വീടിന്റെ കാര്യവും ബാക്കിയുള്ള ചികിത്സയുടെ കാര്യങ്ങളൊക്കെ
മമ്മൂക്ക അത് മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഈ വീഡിയോയ്ക്കും താഴെ വന്നിട്ട് സംഗീതായോളികളെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എൻ്റെ പൊന്നു മമ്മൂക്കയുടെ ആരാധകരെ, ആ ഒരു വർത്തമാനം പറയുന്നവനൊക്കെ ചില വർത്തമാനം പറഞ്ഞ് ഓടിപ്പിച്ചോളണം. അവൻ ഇനി അങ്ങനെ എവിടെയും പോയി വർത്തമാനം പറയരുത്. അത് ആദ്യമേ പറഞ്ഞുള്ളൂ കേട്ടോ. അവർ നടക്കാൻ ശ്രമിക്കുന്നു, മമ്മൂട്ടി ഏറെ നേരം അവരുടെ കൂടെയൊക്കെ സംസാരിക്കുന്നു, ചെടി സമ്മാനിക്കുന്നു. പിന്നെ സാരിയോ മറ്റോ എന്താ തോന്നുന്നു, എന്തൊരു സംഗതി സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ആ കാല് വെച്ചു കൊടുക്കുന്ന മറ്റു ദൃശ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഈ രീതിയിലൊക്കെ സഹായിക്കാൻ കൂടി കഴിയുക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഇങ്ങനെ വേറെ മതത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കും മറ്റു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ തന്നെ, അവരുടെ ഇറങ്ങുന്ന സിനിമ തന്നെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അത്രയ്ക്ക് നാശമായി പോയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഈ മതത്തിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. ഹിന്ദു മുസ്ലിം മതപ്രശ്നം അത്രയ്ക്ക് നാശമായി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറു വിഭാഗത്തെ ഒരു വലിയ വിഭാഗത്തെ കൊണ്ട് ഇല്ലാണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഒരു കുറ്റവും ചേർത്താത്ത നമ്മുടെ കേരളത്തിൻ്റെ പേരിൽ, കേരളം എന്ന് പറയുന്ന പേരിട്ടിട്ട് ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഘി പ്രൊപ്പഗണ്ട സിനിമ ഇറക്കിയിരിക്കുന്നു. കേസ് കൊടുത്തിട്ടുണ്ട് ഏതൊരുവൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇമാതിരി സിനിമകളൊന്നും പുറത്തേക്ക് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുക്കേണ്ട സംഗതി തന്നെയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനത്തെ പ്രൊപ്പഗണ്ട സിനിമയിൽ കുത്തിത്തിരികി കയറ്റിയാണ് ബീഫ് മറ്റൊരാളുടെ വായിലേക്ക് ബീഫ് കുത്തിത്തിരികി കയറ്റുന്നു. ഇനി അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് കേരളം ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത്തരം വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണണം. ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു ദേവീ പ്രതിഷ്ഠയുടെ തൊട്ടു മുമ്പിൽ നിന്ന് ഈ പാട്ട് പാടുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഇതാണ് പൊന്നു സംഖ്യകളെ ചാണകങ്ങളെ കേരളം. ഇതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം, ഞാൻ മുസ്ലിമിനാണ്ട് വിട്ടേക്ക്, ഹിന്ദുമതത്തിൽ തന്നെ പെട്ട ഒരു താഴ്ന്ന ജാതിക്കാരൻ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടന്നു കഴിഞ്ഞാൽ അവരുടെ വീടും മറ്റും തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ടീംസാണ് നിങ്ങളെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം കേരളത്തിലെ കുറേ ദളിത് സംഖ്യകളുണ്ട്, ഞാൻ കൃത്യമായിട്ട് അവരങ്ങനെ തന്നെ പറയും. ഇവിടെ കുറേ ദളിത് സംഖ്യകളുണ്ട്. ആ ദളിത് സംഖ്യകളൊക്കെ കേൾക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ദളിത് സംഖ്യകളെല്ലാവരും കൂടിയിട്ട് ഉത്തരേന്ത്യയിലേക്കൊന്ന് യാത്ര ചെയ്യടൂ. നിങ്ങൾ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കറങ്ങാതെ ഒന്ന് UP-യിലേക്കൊക്കെ ഒന്ന് പോ. അവിടുത്തെ ദളിതര് ആ BJP ഭരണത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. അതൊന്ന് അനുഭവിക്കുക, മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ അന്ന് ആ പറയുന്ന പുഷ്പം വലിച്ചെറിയും, വേറെ ഏതെങ്കിലും കൊടിയുടെ കീഴിൽ നടക്കും. ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക സംഗതികളൊക്കെ കിട്ടി ഇങ്ങനെ മയങ്ങി നടക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇത് നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുക എന്നുള്ളതാണ്. അത് മനസ്സിലാകുമ്പോഴേക്കും വണക്കം.